ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്, അബ്സല്യൂട്ട് സിനിമ. യെസ്, പലതരത്തിലുള്ള വൺ സൈഡ് മാച്ചുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീസണിൽ ഇത്തരത്തിലുള്ള ത്രില്ലർ പോരാട്ടങ്ങൾക്കാണ് ആരാധകരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. തീർത്തും നമ്മൾ ഇതുവരെ ഈ ഒരു സീസണിൽ കാണാത്തൊരു സ്ട്രാറ്റജിയുമായിട്ടായിരുന്നു CSK ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. യുവതാരം ആയുഷ് മാത്രയും രവീന്ദ്ര ജഡേജയും ഒക്കെ തന്നെ ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ പൊളിച്ചെടുക്കുന്ന ഹിറ്റിംഗ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒടുവിൽ തോൽക്കാൻ തന്നെയായിരുന്നു CSKയുടെ വിധി. കളി ഒരു തരത്തിലും പ്രൊഡിക്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുകയായിരുന്നു. ഒടുവിൽ RCB തന്നെ വിജയിച്ചിരിക്കുന്നു. അതെ, തോൽക്കാൻ മനസ്സില്ലാത്ത അവരുടെ ഒരു മനക്കരുത്തിനാണ് കൈയടിക്കേണ്ടത്. ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് RCB ഓരോ മത്സരവും കളിച്ചുകൊണ്ടിരിക്കുന്നതും. യെസ്, ഈ ഒരു RCBയെ പേടിക്കണം. ആദ്യ കപ്പടിക്കാനാണോ അവർ വരുന്നതെന്ന് പോലും ചിന്തിച്ചു പോകുന്നു. മത്സരത്തിലെ അവസാനത്തെ ഓവർ എറിയാൻ വരുന്നത് യാഷ് ദയാലായിരുന്നു. കളി വിജയിക്കാൻ CSKക്ക് വേണ്ടത് 15 റൺസും. കഴിഞ്ഞ സീസണിൽ RCBക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 16 റൺസ് CSKക്കെതിരെ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് CSK IPL നിന്നും പുറത്താക്കിയിട്ടുള്ള അതേ യാഷ് ദയാൽ തന്നെ വീണ്ടും RCBക്ക് വേണ്ടി വിജയ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ജഡേജയും MS ധോണിയും അതേപോലെ ശിവൻ ദുബൈയും ഒക്കെ ക്രീസിൽ നിൽക്കുന്ന സമയത്താണ് 15 റൺസ് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് RCBയെ യാഷ് ദയാൽ വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതും. അതെ, ഹീറോ ആയി മാറിയിരിക്കുന്നു യാഷ് ദയാൽ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ RCB ഈ ഒരു മത്സരം ഏറ്റവും അധികം വിജയിക്കാൻ കാരണം മറ്റൊരു താരമാണെന്ന് ഞാൻ പറയും. അതെ, മറ്റാരുമല്ല, റൊമാരിയോ ഷെഫേർഡ്. കാരണം 17.4 ഓവറുകളിൽ RCB ബാറ്റ് ചെയ്യുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എന്ന നിലയിലായിരുന്നു. പിന്നീട് റൊമാരിയോ ഷെഫേർഡ് വെറും 14 പന്തുകളിൽ 378 സ്ട്രൈക്ക് റേറ്റോടുകൂടെ 53 റൺസ് അടിച്ചു കൂട്ടുന്ന കാഴ്ച. യെസ്, അതോടുകൂടെ 214 റൺസ് വിജയലക്ഷ്യമാണ് CSKക്ക് മുമ്പിൽ RCBക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും. കിങ് കോഹ്ലിയും ജേക്കബ് ബത്തലും ഒക്കെ തന്നെ RCBക്ക് വേണ്ടി 50+ സ്കോറുകൾ കണ്ടെത്തിക്കൊണ്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഗംഭീര പ്രകടനം നടത്തിയിട്ടുമുണ്ട്. പക്ഷേ മറുപടി ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ അനായാസമായി കൊണ്ട് CSK ചേസ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നഷ്ടപ്പെടാത്തവർക്ക് എന്ത് പേടിക്കാനാണെന്ന തരത്തിലാണ് CSK ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും. യെസ്, ഈ ഒരു സീസണിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ട്രാറ്റജിയിലാണ് CSK ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നതും. അതേ, 17കാരനായിട്ടുള്ള ആയുഷ് മാത്രമേ 94 റൺസാണ് CSKക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. അതേപോലെ രവീന്ദ്ര ജഡേജ 77 റൺസ് എടുത്തുകൊണ്ട് പുറത്താവാതെ നിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ രണ്ട് താരങ്ങളുടെയും ഗംഭീരമായിട്ടുള്ള പ്രകടനവും CSK വിജയത്തിലേക്ക് മാത്രം കൊണ്ടുപോയില്ല. MS ധോണിക്കും അടിതെറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ 2 റൺസിന്റെ പരാജയം CSK ഏറ്റുവാങ്ങുകയും ചെയ്തു. ഈ ഒരു വിജയത്തോടുകൂടെ RCB 100% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ചെന്നൈ സൂപ്പർ കിങ്സിന് യാതൊരു സാധ്യതയുമില്ലാതെ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.